അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ ഈ വിഷയം ഉരുത്തിരിഞ്ഞപ്പോൾ തരൂരിന്റെ പ്രതികരണം വന്ന ഘട്ടത്തിലായാലും CPM-ന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് പൂർണ്ണമായും കോൺഗ്രസിനൊപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്ത് വേണം മുന്നോട്ടുള്ള പ്രവർത്തനം, അതിൽ തന്നെ പാർലമെന്റ് സെഷൻ വിളിക്കണമെന്നത് ആവർത്തിച്ച് പറയുന്നതാണ്. സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്നും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഇത് BJP ഏകപക്ഷീയമായി ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് ഞങ്ങൾ കുറച്ചുപേർ അറിഞ്ഞാൽ മതി, ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ കേട്ടാൽ മതി, ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട എന്നൊരു സമീപനമാണോ വ്യക്തമാവുന്നത്? അല്ല, ഈ എൻറ്റയർ എപ്പിസോഡിൽ ശ്രീമാറിയേട്ടൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ റെലവൻസ് ഉണ്ട്. കാരണം നോക്കൂ, ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയക്കാരൻ, ഫോർമർ ഡിപ്ലോമാറ്റ്. അദ്ദേഹം ഇന്ത്യ മറ്റൊരു രാജ്യവുമായി സംഘർഷത്തിൽ, യുദ്ധം എന്നതിനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വേർഡ് എൻ്റെ മലയാളം വേർഡിലാണ്, സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. യുദ്ധമായിട്ടില്ല. അപ്പോൾ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ട് നിൽക്കുമ്പം എൻ്റെ, സ്മൃതിയുടേത് അല്ലെങ്കിൽ രാജേഷിൻ്റേത്, എല്ലാവരുടെയും ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് നമ്മൾ രാഷ്ട്രത്തിനോടൊപ്പം നിൽക്കുക. അതിനകത്ത് ഒരു ചോദ്യവുമില്ല, ഒരു പറച്ചിലുമില്ല. കാര്യം നമ്മൾ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്ന ദേശരാഷ്ട്രം തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്നു. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന തീവ്രവാദത്തെ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന ശബ്ദം ആകാൻ തരൂറിന് കേന്ദ്ര സർക്കാരിലുള്ള പല ആൾക്കാരെക്കാട്ടിലും വൃത്തിയായി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അദ്ദേഹം കൊടുത്ത വേൾഡ് മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂകൾ, അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കുലേറ്റ് ഇംഗ്ലീഷ്, ഇതൊക്കെ നമ്മളെ മൊത്തത്തിൽ പ്രയോജനപ്രദമായി വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം പോലുമില്ല. പക്ഷേ അവിടെ അപകടകരമായ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ അദ്ദേഹം എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നോക്കൂ, ഞാൻ എന്ന വ്യക്തി പാകിസ്ഥാനെതിരെ എൻ്റെ രാഷ്ട്രത്ത് വന്ന് ആക്രമിച്ചത് തെറ്റായിപ്പോയി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇൻറ്റേർണൽ സ്ക്രൂട്ടണി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളത് ഓരോ പൊതുപ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും എല്ലാം ഡ്യൂട്ടിയാണ്. നോക്കൂ, പെഹൽഗാമിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരം പറയേണ്ടത്, അല്ലെങ്കിൽ 28 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട വിഷയം ഈ രാജ്യത്തുണ്ടായിരിക്കുന്നതിന് കാരണം, അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസ് എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസ് എവിടെയാണ് പറയേണ്ടത്? പാർലമെൻറ്റിലാണ് പറയേണ്ടത്. ഈ വിഷയം വളരെ വ്യക്തമാണ്. പക്ഷേ ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? ലാൽകുമാർ എന്ന് പറയുന്ന വ്യക്തി സീസ് ഫയർ വരെ കൃത്യമായി നമ്മൾ ഒന്ന് എന്ന് പറയുമ്പം അടുത്ത എൻ്റെ ഡ്യൂട്ടിയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നു, എന്ത് ലാപ്സാണ് ഈ പറയുന്ന പെഹൽഗാമിൽ നമുക്കുണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളത് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനിയും വരാൻ പോകുന്ന കാലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ എന്ത് മെഷേഴ്സാണ് എടുക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചോദിക്കാൻ ഒരു മുഖവും കൂടെയാണ് ഏറ്റവും വ്യക്തമായ, ഈ ലോകം മൊത്തം ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഈ രാഷ്ട്രത്തെ, ഈ ഫോറിൻ പോളിസിയെക്കുറിച്ച് അദ്ദേഹം ഫാക്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കണ്ടേ? അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇരിക്കുമ്പം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിട്ടിരിക്കുമ്പം, അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിട്ടിരിക്കുമ്പം അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിനോട്, പ്രധാനമന്ത്രിയോട്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിനോട് ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു എല്ലാ സാധ്യതകളും ഉണ്ട്. ആ സാധ്യതകൾ അദ്ദേഹം റദ്ദ് ചെയ്തു എന്നുള്ളതാണ് പൂർണ്ണമായി. അതാ പറഞ്ഞത്. നോക്കൂ, രാജ്യം എന്നെ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഒന്നിച്ച് നിൽക്കുന്നു. അതിപ്പം കേന്ദ്രം, അദ്ദേഹം പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജ്യത്തിന്റെ ഒപ്പം നിൽക്കണ്ട, അല്ലെങ്കിൽ രാഷ്ട്രം ഒന്നായി നിൽക്കണ്ട എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ പാർട്ടി ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ റദ്ദ് ചെയ്യുക കൂടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അവിടെയാണ് അവിടുത്തെ പ്രശ്നം വരുന്നത്. നോക്കൂ, കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ വളരെ ക്രിട്ടിക്കലായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാഷ്ട്രീയവുമായി പൂർണ്ണമായി എതിർത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. സംസ്ഥാനത്ത് വരുമ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയ എതിർപ്പാണ് ഞാൻ സംസാരിക്കുക. പക്ഷേ ഇവിടെ അതിനകത്തൊരു പ്രശ്നമുള്ളതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ തരൂറിനെ ഫോറിൻ ഡെലിഗേറ്റായിട്ട് വിടുന്നു, തെറ്റൊന്നുമില്ല. അതിനകത്ത് ഗവൺമെൻറ് പിക്ക് ചെയ്യുന്നു. അങ്ങനെ ഗവൺമെൻറ് പിക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും എന്തിനാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധികളെ അവർ ചോദിച്ചത്? കോൺഗ്രസിൻ്റെ പ്രതിനിധികളെ ചോദിച്ച ശേഷം ഈ പറയുന്ന അദ്ദേഹത്തിന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് ഒഴിവാക്കിയ സാഹചര്യം ശരിയല്ല. കാര്യം കോൺഗ്രസ് ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ ആ ലിസ്റ്റിൽ വെക്കണമായിരുന്നു. ആ കാര്യത്തിലും BJPയുടെ രാജേഷ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. പക്ഷേ കോൺഗ്രസിനൊരു ചോയ്സ് അവർ കൊടുത്തു, കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്നറിയോ? തരൂർ പറയുന്നതും കോൺഗ്രസ് പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല.
അത് കോൺഗ്രസ് പറയുന്നത് ഞാൻ പറയുന്നത് പോലും തമ്മിൽ പല കാര്യത്തിലും എതിർപ്പുള്ളപ്പോഴും ബന്ധമുണ്ട്. കോൺഗ്രസിന് ആണോ തരൂർ പണിയെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നോക്കൂ, രാഷ്ട്രം എന്ന് പറയുന്ന എൻ്റെ രാജ്യ താല്പര്യവും എൻ്റെ ഈ രാജ്യത്തോടുള്ള എൻ്റെ സ്നേഹവും അല്ലെങ്കിൽ സ്മൃതിക്കുള്ള സ്നേഹവും അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ ചോദ്യം. അതിന് മേളിൽ അദ്ദേഹം എന്ത് പ്രവർത്തിക്കുന്നു, ഏതൊക്കെ തലത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു, അദ്ദേഹം പാർലമെന്റിൽ ഏത് രീതിയിൽ, ഇപ്പം ഒരു ഉദാഹരണം പറയാം, ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം കരൺ താപ്പറിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്റലിജൻസ് ഫെയിലിയർ ഇസ്രായേലിലും നടന്നില്ലേ, സെക്യൂരിറ്റി ഫെയിലിയർ ഇസ്രായേലിലും ഹമാസിനെതിരെ നടന്നില്ലേ? നടന്നു. ആ ചോദ്യം തന്നെ ലാൽകുമാർ ഈ പറയുന്ന അല്ലെ ശശി തരൂർ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റാ. പക്ഷേ ഇന്റലിജൻസ് ഫെയിലിയർ നടന്നില്ലേ, ഈ പറയുന്ന സെക്യൂരിറ്റി ഫെയിലിയർ നടന്നില്ലേ എന്നുള്ളത് ആഭ്യന്തരമായി ചോദിക്കുമ്പോൾ അതിന്റെ മാനം വരെയാ. ഒരു സംശയമില്ല കാര്യത്തിൽ. ആ മാനം അദ്ദേഹത്തിന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അപ്പൊ എല്ലാം രാജ്യം 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 എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിച്ചതിനെ കുറിച്ചും അദ്ദേഹത്തിന് സംശയങ്ങളില്ല. അതെ, അതാ പറഞ്ഞേ, ട്രംപ് സീസ് ഫയർ പ്രഖ്യാപിച്ചത് നമുക്കെല്ലാം അറിയാം. ഇവിടുത്തെ രാജ്യത്തെ വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് ട്രംപാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചതെന്ന്. അത് കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ ഫോളോ ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പറയുന്നതിനെ വിശ്വസിക്കാൻ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. നമ്മൾ മീഡിയേറ്ററായിട്ട് ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ കേന്ദ്ര സർക്കാരിന് ലോജിക് ഉണ്ടാക്കി കൊടുക്കുന്നത് ശശി തരൂർ ആണെന്നുള്ളതാണ്. അതെന്തിനാ ശശി തരൂർ ചെയ്യുന്നത്? അപ്പൊ പിന്നെ സ്വാഭാവികമല്ലേ BJP ആദ്യം ആ പേര് തിരഞ്ഞെടുക്കുക എന്നത്? അതാണ് ഇപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ഞാൻ ഇന്നിരിക്കുന്ന ചർച്ചയിൽ ശ്രീകുമാറിയേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയുടെ മാനം അറിയണമെങ്കിൽ അദ്ദേഹം എക്സ് ഒഫീഷ്യോ ആയിട്ട് അതിനകത്ത് വന്നതാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇതിന് മാനം അറിയണമെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന എന്ത് കുത്തിത്തിരിപ്പാണ് ശശി തരൂർ ഇതിനകത്ത് ഉണ്ടാക്കുന്നതെന്നും അത് കഴിഞ്ഞ് എന്ത് നിലപാടാണ് രാഷ്ട്രീയമായി അദ്ദേഹം എടുക്കാൻ പോകുന്നതെന്നും നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് നോക്കൂ, ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി വാല്യൂ ഉള്ള ഒരാളാണ്, വ്യക്തമായി പറയാനുള്ള ഒരാളാണ്. അദ്ദേഹം രാജ്യത്തെ ഒരു റിസോഴ്സ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹം ഈ പറയുന്ന അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ വർഷങ്ങളോളം ജീവിച്ച മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അമേരിക്കയിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തെ തന്നെ ഹെഡായി അമേരിക്കയിൽ വിടുന്നതിലും എനിക്ക് വിരോധമില്ല. പക്ഷേ തരൂർ രണ്ടുമില്ല, രണ്ട് വള്ളത്തിൽ കൂടെ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തതയില്ലാത്ത രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതുകൂടാതെ ഈ വിഷയം വന്നപ്പോഴത്തേന് നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന പൊസിഷൻ എടുക്കുന്നതിൽ പോലും നേഷൻ എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക? അത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെടുക നേഷൻ വരിക. എൻ്റെ ചോദ്യം, ഞാൻ രാജേഷിനോടൊരു ചോദ്യം ചോദിക്കുമ്പം എനിക്കപ്പോൾ ഈ രാജ്യത്തോട് താല്പര്യമില്ലാഞ്ഞിട്ടാണോ രാജേഷിനെ ഞാൻ ചോദ്യം ചെയ്യുന്നത്? അല്ല, എനിക്ക് ഈ രാജ്യത്ത് താല്പര്യമുള്ളപ്പോഴും 28 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നയം എന്താണെന്നുള്ള ചോദ്യം അത് ഭരണകൂടത്തിനോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ? അത് എനിക്ക് ഈ രാജ്യത്തോടുള്ള താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ? ആ പ്രതലത്തിലേക്ക് വരുമ്പം, ആ രാഷ്ട്രീയ മാനത്തിലേക്ക് വരുമ്പം ഒരിക്കലും ശശി തരൂർ പറഞ്ഞ പൊളിറ്റിക്സ് കറക്റ്റ് അല്ല. അപ്പോൾ ഇന്റർനാഷണൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പാകിസ്ഥാനോടല്ല പറയുന്നത്, എല്ലാ കാര്യങ്ങളും ലോകത്തോടല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ഓഡിയൻസ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലും അദ്ദേഹം സംസാരിക്കേണ്ടതായിട്ടുണ്ട്, വെളിയിലും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ അദ്ദേഹം കൊടുക്കേണ്ട ഒരു മെസ്സേജ് നോക്കൂ, അദ്ദേഹത്തിന് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. കേന്ദ്ര സർക്കാരിന് മറുപടി പറയുകയോ ചെയ്യാതിരിക്കാം. പക്ഷെ ചോദിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ശശി തരൂറിനും കോൺഗ്രസിനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്, ബ്രിട്ടാസിനുണ്ടോ? ഉണ്ട്, ഓരോരുത്തർക്കും ഉണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇന്റർനാഷണൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും വ്യക്തമായ ധാരണയുള്ള ഒരാൾ ആ ചോദ്യം ചോദിക്കാതെ പലതിൽ നിന്നും ഓടി മാറുന്നു. അല്ലെങ്കിൽ ഇത് നേഷൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻസിനെ എല്ലാം സ്നബ് ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനകത്ത് സബ്സിക്വന്റ് ശശി തരൂറിന്റെ വരാൻ പോകുന്ന ദിവസത്തെ ആക്ഷന് വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.